ഇതാണ് ആദിവാസി ഓയിൽ കേട്ടോ. ഇപ്പം നമുക്ക് തടിയിൽ മുടിയൊന്നുമില്ല. അപ്പോൾ മുടിയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദിവാസി ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 3-4 ദിവസമായി തുടങ്ങിയിട്ട് ആദിവാസി ഇതേമാരത്തെ 2 കുപ്പിയാണുള്ളത്. ഇത് 100 ml കുപ്പിയാണ്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടാവും. ഇപ്പം എന്താ ആദിവാസി ഓയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ടിരിക്കുക. കാരണം നമ്മളെ മുടീൻ്റെ കുടം ഇങ്ങനെ അയക്കുന്നത്. അപ്പോൾ ആദിവാസി ഓയിൽ ഇട്ടിട്ട് ഇനിയിപ്പം എന്തെങ്കിലും മാറി കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. എല്ലാരും ആദിവാസി ഓയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോന്നുണ്ട്. മുടിയിൽ ഇപ്പൊ ഇങ്ങനെ ആദിവാസി ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ ഡെയിലി തേക്കുന്നുണ്ട് ഈ ആദിവാസി ഓയിൽ. നമുക്ക് 200 ml ഉണ്ട്. ഇത് 100 ml ആണ്. 200 ml ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. 499 വാങ്ങിയത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ആദിവാസി ഓയിൽ എങ്ങനെ നമുക്ക് എഫക്റ്റ് ആവുന്നുണ്ടോ ഇല്ലേന്നുള്ളത്. ഈ 2 കുപ്പി കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടോന്നുണ്ടോ നമുക്ക് എല്ലാവർക്കും നോക്കാം. എല്ലാരും കണ്ടു ചൊല്ലില്ല തരട്ടോ. നമ്മളിത് കൊറേ ആഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല സ്മെല്ലുണ്ട്. പിന്നെ വളരെ തിന്നായിട്ടുള്ള ഓയിലാണ്. ഇത് എത്രത്തോളം എഫക്റ്റ് ആവുന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇപ്പൊ നമ്മളിവിടെ നോർത്ത് ഇന്ത്യയിലാണ്, ജാർഖണ്ഡിലാണ്. അപ്പൊ ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് ഫേമസ് ആണ് അല്ലേ? ഇവിടെ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ അവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അതിനെ പറ്റി അറിയാന്നൊക്കെയാണ് പറയുന്നത്. ആദിവാസി ഓയിൽ എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ ഈ ആദിവാസി ഓയിലാണോ ഏത് ആദിവാസി ഓയിലാണോ അവര് പറയുന്നതെന്ന് അറിയില്ല. നമ്മള് ആദിവാസി ഓയിൽ വാങ്ങിയാൽ മതി, മുടിക്ക് നല്ലതാണ്, മുടി ഇങ്ങനെ ഇതാവുന്നതൊക്കെ ഹിന്ദിക്കാരന് പറയുന്ന കേൾക്കുന്നു. ഓരോ ഏത് ആദിവാസി ഓയിലാണ് ഉദ്ദേശിച്ചതെന്നുള്ളതാണ് കേട്ടോ. നമ്മള് ഈ യൂട്യൂബില് ഒക്കെ കണ്ടിട്ട് ആഡ് കണ്ടിട്ടാണ് നമ്മള് വാങ്ങിയത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാരും ബായ് എന്നാണ് പറയുന്നത്. എല്ലാരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.